ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷമീം MPB. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു വീടിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ എത്തിപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കുളത്താണ്, അത് കൊണ്ടോട്ടി മുണ്ടക്കുളം പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഈ വീട് 11 സെൻറ്റിലാണ്. പിന്നെ ഉള്ളത് 1450 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത്. ഏകദേശം ഇവർ പറഞ്ഞത് 30-35 ലക്ഷത്തിൻ്റെ അടുത്ത് ഏകദേശം ആയിക്കണം ഈ വീട് ഉണ്ടാക്കാൻ. പിന്നെ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ വീടാണ്. അവർക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ മടിയായുള്ളതുകൊണ്ട് അവർ ക്യാമറക്കൊന്നും പോസ് ചെയ്യുന്നില്ല. ഈ കാണുന്ന ഭാഗമാണ് വീടിൻ്റെ മുൻവശം. ഇത് ഈ വീടിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. ഏകദേശം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഈ പാർക്കിംഗ് ഏരിയ. ഈ കാണുന്ന ഭാഗമാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. കയറുന്ന ഭാഗത്ത് തന്നെ സ്റ്റെപ്പിൽ 2 ചെടികളൊക്കെ വെച്ച് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ നിലത്തിട്ടത് വൈറ്റ് മാർബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജനവാതിലും ഡോറെന്ന് പറഞ്ഞ് സിമ്പിൾ വർക്കാട്ടോ. ഇതൊക്കെ വുഡ് കൊണ്ടാണ് ഈ ജനവാതിലും അതുപോലെ ഈ ഡോറൊക്കെ ഫുൾ വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ സിംഗിൾ ഡോറ് ജനവാതിലായിട്ടുള്ളത്. അത് ആ വരക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഭംഗി. ഈ കാണുന്ന സിറ്റ് ഔട്ടിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ ഒരു സോഫ സെറ്റ് പോലെ വിരിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഷൂവ്, ചെരുപ്പ് എന്നീ സാധനങ്ങളൊക്കെ നമുക്ക് അടുക്കി വെക്കാനുള്ള സൗകര്യം കിട്ടും. ഈ കാണുന്ന ഡോറും അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ്. സിറ്റ് ഔട്ടത്തെ ഡോറുണ്ടല്ലോ, ഇത് വുഡിലാണ്. അത് പ്ലാവില്ലേ, പ്ലാവിൻ്റെ മരമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് മുകൾ ഭാഗത്തായിട്ടാ ഡിസൈനൊക്കെ കൊടുത്ത് മാഷാവുന്ന ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ജിപ്സം വർക്കാണ്, ഫുള്ള് ചെയ്ത് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ, ജിപ്സത്തിൻ്റെ ഇടയിൽ ലൈറ്റും LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ കയറി വരുന്നത് തന്നെ ഡൈനിങ് ഹാൾ ഭാഗത്ത് കയറി വരുന്നത്. ഈ കാണുന്ന ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് കയറി വരാൻ വിശാലമായിട്ടാണല്ലേ, അടിപൊളി വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് കാണുന്നത്. നല്ല ഭംഗിയിൽ വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളൊക്കെ. പിന്നെ ചുമരുമ്പോൾ തന്നെ വാൾ ബോക്സ്, അതായത് അടിപൊളിയാക്കിയിട്ട് ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ട് വാൾ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വിൻറ്റേജ് ക്ലോക്ക് ആട്ടോ ഈ കാണുന്നത്, വിൻറ്റേജ് ക്ലോക്ക്. പിന്നെ അതുപോലെ ഈ കാണുന്ന സാധനം പറഞ്ഞാൽ ബ്രേക്കറാണ്. ബ്രേക്കർ മറിച്ച് വെക്കള ഒരു അടിപൊളി മോഡൽ പറഞ്ഞാൽ അതാ, ഇതുപോലെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ബ്രേക്കറാന്ന് പോലും അറിയില്ല, ഒരു ഡിസൈൻ മോഡലാണ് ഇവർ ഈ ബ്രേക്കർ അതായത് മറച്ചു വെച്ചല്ലേ. പിന്നെ കയറി വരുമ്പോൾ തന്നെ ആണല്ലേ, കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ അടുത്ത ഭാഗത്തായിട്ട് ചെറിയൊരു സോഫ സെറ്റ് പോലെ 2 ചെയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ജനവാതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മൾട്ടി വുഡിൽ ചെയ്തിട്ട്, ജിപ്സം വർക്ക് മൾട്ടി വുഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് നല്ലൊരു ലുക്കിൽ കാണാനുണ്ട്. പിന്നെ ഇത് കർട്ടനൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി മറച്ച് വെച്ചിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലാണ് ടേബിൾ ഇട്ടത്, അതായത് വൈറ്റ് ആർട്ടിഫിഷ്യൽ ടേബിൾ എന്ന് പറയും. ഇതിൻ്റെ ചെയർ എന്നൊക്കെ പറയണത് തന്നെ അല്ലേ, സോഫ മോഡൽ സെറ്റാക്കിയിട്ടുകളില്ലേ, അടിപൊളി ചെയറാണ് ഈ ടേബിളിന്. അതായത് ഈ ടേബിളിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചെയറും അതൊരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ചെയറും ഈ ടേബിളുള്ളത്. ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ മുകളിലുള്ള ജിപ്സം വർക്കാണ് കാണുന്നത്. തൊട്ട് തന്നെ ഹാങ്ങിങ് ലൈറ്റും ഇതൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസാണ് കേട്ടോ, സ്റ്റെയർ കേസിൻ്റെ സൈഡ് ഗ്ലാസ്സിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അടിപൊളി ഡിസൈനായി ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ താഴായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടാണല്ലേ. ഷോക്കേസ് രൂപത്തിൽ മൾട്ടിവുഡിലാണ് ഇത് ഫുൾ വർക്ക് ചെയ്തത്. ഇത് തൊട്ടടുത്തായിട്ട് വാഷ് സ്പേസ് ആണ്. വാഷ് സ്പേസും മനോഹരമായിട്ട് തന്നെ മിറർ വെച്ചിട്ടുണ്ട്. ഇത് എടുത്ത് കാണിക്കേണ്ട ഈ സംഭവമാണ്, അതായത് ഈ ഡിസൈൻ വർക്കാണ്. ഷോക്കേസ് മോഡലുള്ള ഈ അടിപൊളി ഡിസൈനിങ് ആണ് ഈ കാണുന്നത്.
ഇതൊരു ഡൈനിങ് ഹാൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് സംഭവം. പിന്നെ ഇതിൻ്റെ സീലിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ജിപ്സം വർക്കാണ് ഇത് കാണുന്നത്. ഫുൾ ജിപ്സം വർക്കാണ്. ജിപ്സത്തിൻ്റെ ഇടയിൽ ഇതാക്കി LED ലൈറ്റൊക്കെ കൊടുത്ത് പിന്നെ സൈഡിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും അടിപൊളിയാക്കി. അടുത്തൊരു ഹാങ് ലൈറ്റാണ് ഈ കാണുന്നത് ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ തന്നെ. പിന്നുള്ളത് ഇതിൻ്റെ കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത്. ഡൈനിങ് ഹാളിനുള്ള കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത്. ബാത്റൂം തുറന്നുള്ളിലേക്ക് കയറിയപ്പം അടിപൊളി ഡിസൈൻ വർക്കിലാട്ടോ ഈ ഇതിൻ്റെ ടൈല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് ടോയ്ലറ്റ് ആയാലും വാഷ് ബേസ് ആയാലും വാഷ് ബേസിന് തൊട്ട് മുകളിൽ മിറർ കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ നേരെ ലിവിങ് റൂം ആട്ടോ ഈ കാണുന്നത്. ലിവിങ് റൂമിലേക്കാണ് നേരെ കയറുന്നത് നമ്മൾ. ലിവിങ് റൂമിൽ കയറുമ്പോൾ തന്നെ മനോഹരമായ സോഫ സെറ്റാണ് ഈ കാണുന്നത്. നല്ല കളർ തീം വെച്ച സോഫ സെറ്റ്. പിന്നുള്ളത് ടീപ്പോയി. സോഫ സെറ്റിന് മുമ്പിലായിട്ട് തന്നെ കാർപ്പറ്റൊക്കെ അത് നല്ല മാർബിളും ഇതുമായിട്ടുള്ള നല്ല കളർ മാച്ചുള്ള ഒരു കാർപ്പറ്റാണ് വിരിച്ചിട്ടുള്ളത്. പിന്നുള്ളത് ചുമരുമനുള്ളത് വാൾ ഡിസൈൻ, അതായത് വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് രൂപത്തിലാണ്. അതായത് വാൾ ബോക്സ് എന്നൊക്കെ പറയും. ലിവിംഗ് റൂമിലുള്ള 55 ഇഞ്ചിൻ്റെ സ്മാർട്ട് TV ആണ് ഇത്. പിന്നെ തൊട്ട താഴെ തന്നെ പാനലിങ് വെച്ചായിട്ട് ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ പാനലൊക്കെ ഫുൾ ചെയ്തത്. ലിവിംഗ് റൂമിലുള്ള സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. അതായത് ജിപ്സം വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലും നേരത്തെ LED ബൾബൊക്കെ കൊടുക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ജിപ്സത്തിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ LED ലൈറ്റ് കൊടുത്തിട്ട് മനോഹരമായിട്ടല്ലേ. അടുത്തായിട്ട് ഞങ്ങൾ കയറുന്നത് നേരെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് ബെഡ്റൂം ഇവിടുത്തെ. ഈ കട്ടിൽ 6 അടി കട്ടിലാണ്. അതായത് ഡിസൈൻ ചെയ്ത് അടിപൊളി മനോഹരമായിട്ട് ബെഡൊക്കെ ഉണ്ടല്ലേ വർക്ക് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതായത് കട്ടിലിന് തൊട്ട ബാക്കായിട്ട് പാനലിംഗ് വർക്ക് കൊടുത്ത് LED ലൈറ്റ് കൊടുത്ത് അടിപൊളി ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ വാൾ ഡിസൈൻ ചെയ്തത് വാൾപേപ്പർ വർക്കാണ്. ഈ കാണുന്നത് വാൾപേപ്പർ വർക്കാണ്. പിന്നുള്ള ഈ റൂമിൻ്റെ ആൾമറയും സൈഡിൽ തന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ആൽമറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സാധാരണ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ ഓപ്പണാണ് ആൽമറയാണ് ഇത്. പിന്നെ ഈ റൂമിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ജിപ്സം വർക്ക്. അതായത് LED ബൾബൊക്കെ കൊടുത്ത് ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ സൈഡിലൊക്കെ കണ്ടില്ലേ അടിപൊളി ഡിസൈൻ ആക്കി വെച്ചത്. ഇതൊരു പ്രത്യേക ഒരു കാഴ്ച എടുത്തിനുള്ളിൽ എത്തി കഴിഞ്ഞാൽ ഈ ഡിസൈൻ വർക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. റൂമുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ 6 അടി കട്ടിലാണ്. കട്ടിലിൻ്റെ ബാക്കിൽ തന്നെ പാനലിങ് കൊടുത്ത് ജനവാതിലിന് കർട്ടനൊക്കെ വെച്ച് അടിപൊളി ഡിസൈൻ മോഡൽ കണ്ടില്ലേ. ഡിസൈൻ മോഡലാണ് ഇവിടെയും ഈ റൂമും ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് ആൽമറയും ഇതൊക്കെയാണ് കാണുന്നത്. ഒരു ഡിസൈൻ മോഡലിലുള്ള ആൽമറൊക്കെ, അതായത് ബോർഡറൊക്കെ ഡിസൈൻ വെച്ച് മനോഹരമായിട്ടുള്ള ഒരു ആൽമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൽമറ തൊട്ടടുത്ത് തന്നെ വലിയ മിറർ, ഇത് ഈ കാണുന്ന മിററാണ്. പിന്നുള്ളത് ഈ റൂമിലെ മാസ്റ്റർ ബെഡ്റൂമിലെ ജിപ്സം വർക്കാണ് ഈ കാണുന്നത്. എല്ലായിടത്തും വെറൈറ്റി ജിപ്സം വർക്കാട്ടോ. അതായത് അടിപൊളി വർക്കിലാണ് ചെയ്തത്. ഇവിടെയും ജിപ്സത്തിൻ്റെ വർക്കിനിടയിൽ LED ലൈറ്റ് കൊടുത്ത് LED സ്ട്രാപ്പ് ലൈറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ 4 ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റ് ഉണ്ട്. ഈ റൂമിൽ തന്നെ അവർ ആഡ് ചെയ്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളാണ് ഈ കാണുന്നത്. ഇതാണ് ഈ റൂമിലെ ഡ്രസ്സിംഗ് ടേബിൾ. ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കൂടെ തൊട്ടപ്പുറത്തനായിട്ട് ബാത്റൂം ഉണ്ട്. ഇതാണ് ബാത്റൂം. ഡൈനിങ് ഹാളത്തെ പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൽ വാഷ് സ്പേസ്, മിറർ ഇതൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കയറുന്നത് നേരെ കിച്ചൺ കേട്ടോ. ഇതാണ് കിച്ചണിൽ കയറുന്ന ഡോറാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ട് കണ്ടില്ലേ, ഗ്ലാസ് കൊണ്ടൊക്കെ ഡിസൈൻ വെച്ച്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഡോറൊക്കെ. ഇതാണ് കിച്ചൺ. അടിപൊളി മനോഹരമായിട്ട് മോഡുലാർ കിച്ചൺ അതിന് പറയാം. അതായത് ഗ്ലാസ് കവറാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അടിപൊളി ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ തന്നെയാണ് ഹാങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ട് വെച്ചതാണ്. ഇത് തേക്കോൺ ഉണ്ടാക്കിയതാണ്. ഈ സംഭവം തേക്കോൺ ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ ഇതിന്റെ കസേര കാര്യങ്ങൾ പറഞ്ഞാൽ സോഫ മോഡല് സ്പോഞ്ച് പോലെ രൂപത്തിലാണ് ഉണ്ടാക്കിയത് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്തായിട്ട് വരുന്നത് സിങ്കാണ്. പിന്നെ ഉള്ളത് ഇവിടെ കാണുന്നത് കുടിവെള്ളത്തിന് കാര്യങ്ങളായിട്ട് വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നത്, അതായത് വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന സംഭവമാണിത്. പിന്നെ തൊട്ട മുകളിലായിട്ടാണ് ഇതിന്റെ വർക്കാണിത്. അത് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കണേ ഇതാ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഉണ്ടാക്കിയത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡ് ഡിസൈനിങ് ആണ് ഫുള്ളുള്ളത്. അതുപോലെ ഈ കൗണ്ടർ പറഞ്ഞാലാണ് ഫുൾ മൾട്ടിവുഡ് ഇതിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തായി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇതാണ് സാധാ അടുപ്പ്, അതായത് വിറകടുപ്പാണ് ഈ പറയുന്നത്. അതായത് സാധാ അടുപ്പ് കാര്യങ്ങളും. പിന്നെ ഈ സ്റ്റൗവിന്റെ മുകളിലായിട്ട് എന്തുണ്ട്, ഇലക്ട്രിക് ചിമ്മിണി, അതായത് ഇലക്ട്രിക് ചിമ്മിണി ഉണ്ട്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഓക്കെ കഴിഞ്ഞാൽ ഇത് സ്പീഡ് കൂടാനും ഓട്ടോമാറ്റിക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓൺ ആവും. ഇത് സ്പീഡ് കൂടണമെങ്കിൽ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ വലത് ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഇനി ഓഫ് ആക്കാനായിട്ടുള്ളത് ഇടത്തോട്ട് 2 പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ ഓഫ് ആകും. പിന്നുള്ളത് ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സ്മെല്ല്, ഈ ഗ്യാസിൽ വെക്കുന്ന സ്മെല്ല്, എയർ, കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വലിച്ച് പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അതുകൊണ്ടുള്ള മെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരിക്കലും വെക്കുന്നുണ്ടാവില്ല. ഈ പാചകം ചെയ്യുന്ന സാധനത്തിന്റെ ബാഡ് സ്മെല്ല് ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് എന്തുണ്ട്, വാഷ് ബേസ്. അതായത് ഇതിൽ തന്നെ വാഷ് ബേസും ഉണ്ട്. ഈ കിച്ചണിലെ വാഷ് ബേസ് എന്ന് പറഞ്ഞാൽ സിങ്കും ഉണ്ട്. അതായത് വാഷ് ബേസ് തൊട്ട് ബാക്കിൽ നേരത്തെ കാണിച്ചിരുന്ന സിങ്ക് ആയിരുന്നു. പിന്നുള്ളത് ഈ കാണുന്നത് ഉള്ളത് എന്ന് പറഞ്ഞാല് ഇത് ഓവനാണ് കേട്ടോ, മൈക്രോ ഓവനാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ട താഴെ വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. പിന്നെ കിച്ചണിലുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഉള്ളത് ഈ കിച്ചണിലുള്ളത്. അതായത് ഒരു സ്പേസ് ഈ കിച്ചണിലുള്ള ഒരു കറക്റ്റ് സ്പേസ്, അതായത് ഒരു ബോറായി തോന്നാത്ത രീതിയിൽ ഈ ഫ്രിഡ്ജിന്റെ സ്ഥലം വരെ അത് കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് കൗണ്ടറാണ് ഈ കാണുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് കണ്ടില്ലേ, ഒരു ഉള്ളിലേക്ക് പുറത്തേക്ക് ഒരു ബോറില്ലാത്ത രൂപത്തിൽ അടിപൊളി ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തതാണ് ഇത്. പിന്നെ ഉള്ളത് ഈ കിച്ചണിൻ്റെ സ്റ്റോക്ക് റൂമാണ്. ഈ സ്റ്റോക്ക് റൂമാണ് ഈ കാണുന്നത്. അതായത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള റൂമാണ് സ്റ്റോക്ക് റൂം. കിച്ചണിന്റെ കർത്തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈജ് ഗ്രീനും പിന്നെ വുഡ് കളറും പിന്നെ ഉള്ളത് വൈറ്റ് കളറും.